ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ശ്രീലേഖ ഉണ്ണിത്താൻസ് വേൾഡ്. ഇത് നമ്മൾ ഒരു വെജിറ്റബിൾ കുറുമയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ആ വെജിറ്റബിൾ കുറുമ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 ചെറിയ പൊട്ടറ്റോ കട്ട് ചെയ്ത് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. ഒരു 1/2 കപ്പ് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഒരു ക്യാരറ്റാണ്, അത് കട്ട് ചെയ്ത് എടുത്തതാണ്, നല്ല ഫ്രഷ് ക്യാരറ്റാണ്. പിന്നെ ഒരു 1/2 കപ്പോളം ബീൻസ് എടുത്തിട്ടുണ്ട്, ഫ്രഞ്ച് ബീൻസ്. പിന്നെ 1 കപ്പ് ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ട്. ഇത് പച്ചയാണ്, പച്ച ഗ്രീൻ പീസ് തൊളിച്ചെടുത്തതാണ്. ഈ 1 കപ്പ് എടുക്കാൻ വേണ്ടി എനിക്ക് 1/4 കിലോ ഗ്രീൻ പീസ് തൊളിച്ചെടുക്കേണ്ടി വന്നു. പിന്നെ 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മീഡിയം സൈസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഉള്ളി. പിന്നെ ഒരു 4 അല്ലി വെളുത്തുള്ളി, ഒരു 1/2 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 10 കശുവണ്ടി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ 1 സ്പൂണ് മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്, 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 1/2 സ്പൂണ് കുരുമുളക് പൊടിയുണ്ട്, 1/2 സ്പൂണ് നമ്മുടെ പെരുംജീരകം പൊടിച്ചതുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വെജിറ്റബിൾ കുറുമ ഉണ്ടാക്കാൻ എന്നുള്ളത് നോക്കാം. അത് പറയാൻ മറന്നുപോയി. ഒരു 4-5 ടേബിൾ സ്പൂണ് തേങ്ങ തിരുമ്മി വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ചെറിയ കഷ്ണം കറുവാപ്പട്ട ഇട്ടിട്ടുണ്ട്. ഇത് നമുക്ക് പിന്നെ അരച്ചെടുക്കണം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കറി ഉണ്ടാക്കാമെന്ന് നോക്കാം. ഫോർ മൈ ഹിന്ദി സബ്സ്ക്രൈബേഴ്സ്, we are going to make vegetable kurma today. वो वेजिटेबल कुरमा बनाने के लिए मैंने 2 पोटैटो कट कर लिया है, 1/2 कप कैरेट है, 1/2 कप बीन्स है, 1 कप ग्रीन पीस, फ्रेश ग्रीन पीस है, 3 ग्रीन चिल्ली है, कट कर रखा है, 1/2 इंच अदरक, 3 कली गार्लिक लहसुन, 1 मीडियम साइज ओनियन कट कर रखा है, प्याज कट कर रखा है, और 10 काजू पानी में डालकर रखा है, 1 टीस्पून धनिया पाउडर लिया है, 1/2 टीस्पून हल्दी पाउडर लिया है, और 5 टेबल स्पून नारियल लिया है, फ्रेश कोकोनट, उसके अंदर 2 दालचीनी का टुकड़ा लिया है. हमने एक कढ़ाई में 2 टेबल स्पून तेल लिया है. तेल गरम हो चुका है, उसमें मैंने आला डालते पहले आला गरम होने के बाद मैंने इसके अंदर प्याज डाला है, कांदा और लहसुन डाल दिया. ഇഞ്ചി ഒന്ന് മൂത്ത് വന്നപ്പോൾ നമ്മൾ ഉള്ളിയും വെളുത്തുള്ളിയും അതിലേക്ക് ചേർത്ത് കൊടുത്തു. ഉള്ളി ഒരുവിധം നിറം മാറി വരുന്നു, അധികം മൂക്കിയൊന്നും വേണ്ട. അതിലേക്ക് നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. 3 പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിൽ. നിങ്ങൾക്ക് നിങ്ങളുടെ എരിവ് അനുസരിച്ച് ചേർത്ത് കൊടുക്കാം. मैंने इसके अंदर 3 ग्रीन चिल्ली डाला है. आपको कितना तिक्का लगते वो हिसाब से आप डाल सकते हैं. अपना ഉള്ളിയുടെ നിറം മാറി വന്നു. ഞാൻ അതിലേക്ക് ഗ്രീൻ പീസ് ഇട്ട് കൊടുത്തു, बीन्स. ग्रीन पीस को हिंदी में मटर बोलता है. और कैरेट, और पोटैटो ऐड किया. ये 2-3 मिनट ये तेल में हम पकाएंगे. അപ്പോൾ ഇതിലേക്ക് നമ്മൾ വെജിറ്റബിൾ എല്ലാം ആഡ് ചെയ്ത് കൊടുത്തു. 2-3 മിനിറ്റ് നമ്മൾ ഒന്ന് എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കും. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മസാല കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി
ഇതിലേക്ക് നമ്മൾ മസാല മഞ്ഞൾപ്പൊടി हाफ टी स्पून, क्वार्टर टी स्पून, हाफ टी स्पून गरम मसाला और 1 टीस्पून धनिया पाउडर. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇതൊന്ന് ചേർത്ത് ഇതിൻ്റെ പച്ച മണം മാറുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. हमने इसमें 2 कप पानी डाल रहे हैं. पकने के लिए 2 कप पानी डाल रहे हैं. अभी इसको बंद कर 10 मिनट 8 से 10 मिनट पकाएंगे. നമ്മൾ ഇതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു. ഇനി ഇത് അടച്ച് 8 മുതൽ 10 മിനിറ്റ് വരെ ഇതെല്ലാം വേവുന്ന വരെ വേവിക്കാം. अपना वेजिटेबल सब पकने के टाइम तक हम मसाला पीस कर लेंगे. 5 टेबल स्पून फ्रेश कोकोनट, उसमें 2 छोटा चम्मच दालचीनी डाला है और 10 काजू वो पानी में भिगा कर रखा है. ये पानी में डालकर एकदम फाइन पेस्ट करना है. നമ്മൾ തേങ്ങായും കശുവണ്ടിയും പിന്നെ ഒരു 2 ചെറിയ കഷ്ണം കറുവപ്പട്ടയും കൂടെ നന്നായിട്ട് വെണ്ണ പോലെ അരച്ചെടുക്കാം. भाजी पूरा पक चुका है. अभी हम इसके अंदर मसाला डालते हैं. मसाला मीन्स इट्स अ पेस्ट ऑफ कोकोनट एंड काजू. നമ്മൾ ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. കറിയുടെ ഒരുവിധം നന്നായിട്ട് വെന്തു. ഇനി ഈ മിക്സർ കഴുകി ഒരു അല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ മിക്സറിൻ്റെ ചാറ് കഴുകി ഒരു അല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ആക്ച്വലി ഇരുന്ന് കഴിയുമ്പോൾ ഒന്ന് കുറുകും. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും വെള്ളം വെച്ചേക്കുന്നത്. ഈ സമയത്ത് ഉപ്പ് നോക്കണം. ഉപ്പ് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കണം. अभी 2 मिनट थोड़ा सा बॉईल करेंगे. ये टाइम नमक देखने का, नमक कम है तो ऐड करना. हमने मसाला डालने के बाद ये एक बार बॉईल हो चुका है. अभी इसके अंदर हाफ टी स्पून सौंफ का पाउडर और हाफ टी स्पून काली मिरी का पाउडर वो ऐड कर चुका है. നമ്മളിത് തിളച്ച് കഴിഞ്ഞപ്പം അതിൽ ഹാഫ് ടീസ്പൂണ് പെരുംജീരകത്തിൻ്റെ പൊടിയും ഹാഫ് ടീസ്പൂണ് കുരുമുളക് പൊടിയും ചേർത്തു. ഇനി നമുക്കത് നല്ല ഫ്രഷ് മല്ലിയില से കൊണ്ട് गार्निश ചെയ്യാം. हम उसके अंदर सिर्फ फ्रेश कोरिएंडर लीव्स डाल रहे हैं. तो अपना भाजी तैयार हो चुका है. मैंने सॉल्ट चेक किया, नमक बराबर है. इट्स ए वेरी टेस्टी कुरमा, वेजिटेबल कुरमा. आप लोग सब बना कर देखिए. पसंद आया तो लाइक कर दीजिए. मेरा चैनल सब्सक्राइब नहीं किया तो सब्सक्राइब कर दीजिए. അപ്പോൾ എല്ലാവരും കറി ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നല്ല ടേസ്റ്റാണ്. ഞാൻ ചെക്ക് ചെയ്തു. വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും ഒരു വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി, നമസ്കാരം.